ഹലോ മക്കളെ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ചില കുട്ടികൾക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അതായത് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, ടി വി കാണുന്നു, പുതച്ചൂടി കിടന്നുറങ്ങുന്നു, നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നു, ട്രിപ്പ് പോകാനുള്ള പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി മറന്നു പോകരുത്. ചില കുട്ടികളൊക്കെ വിചാരിക്കും, സാറേ ഞങ്ങൾക്കിപ്പോൾ വെക്കേഷനല്ലേ, ഈ വെക്കേഷൻ സമയത്ത് ഞങ്ങൾ എന്തിനാണ് പുസ്തകം തൊടുന്നതെന്നൊക്കെ വിചാരിക്കും. മക്കളെ, പഠനം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നാൽ പിന്നെ തീരെ പഠിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു മാക്സിമം എൻജോയ് ചെയ്യുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്തിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പഠിക്കുകകൂടി ചെയ്താലോ. പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുക. ഞാനിത് പറയാൻ കാരണം എന്താ ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ 8ൽ നിന്ന് 9ലേക്കാണ് വരുന്നത്. 9ലേക്ക് വരുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ നമ്മളെ ബേസിക് സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ടെക്സ്റ്റ് ബുക്കാണ്. അത് 20 മാർക്കുള്ള ചോദ്യമായിരുന്നു. പക്ഷെ 9ലേക്ക് എത്തുമ്പോൾ അത് 3 ടെക്സ്റ്റ് ബുക്കായി മാറി. 20 മാർക്കിൻ്റെ 40 മാർക്കിൻ്റെ എന്ത് ചെയ്യുന്നു, ചോദ്യമായിട്ട് മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പല കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വെക്കേഷനിൽ ആഘോഷിച്ചിങ്ങനെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ കുറഞ്ഞ സമയം കുറേശ്ശെ പഠിച്ചു തുടങ്ങിയാലോ. അങ്ങനെയെങ്കിൽ നമുക്ക് സ്കൂൾ തുറക്കുമ്പോഴേക്ക് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചുകൂടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ നിഞ്ച ബാച്ച് ഓണായി കിടക്കുന്നുണ്ട്. ഏത് സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ സൈലം ഫാമിലിയിൽ ജോയിൻ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ, ആഘോഷത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പഠനകാര്യം മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അങ്ങനെ അടിപൊളിയായിട്ട് കിടുവായിട്ട് പൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എളുപ്പം എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. കാരണം കുറഞ്ഞ സീറ്റ് മാത്രമേ നമുക്കുള്ളൂ. അപ്പം മറക്കണ്ട, 9ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മളെ ബാച്ചിൻ്റെ പേരെന്താ അറിയോ, നിഞ്ച. ഓർത്ത് വെച്ചോളൂ. ഓക്കേടാ, ബൈ.